വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്, ചിക്കൻ നഗറ്റ്സ്. ഇത് നമുക്ക് എങ്ങനെ ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ ഇതിനായി എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് സ്റ്റിഫ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ റോൾസ് അല്ല, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രോസൺ നഗറ്റ്സ് ഒക്കെ വാങ്ങുന്ന ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 കോട്ട് വേണം. ആദ്യത്തെ കോട്ടിന് നമുക്ക് കോൺഫ്ലോർ എടുക്കാം. മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഓരോ നഗറ്റ്സും ഇതിലിതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് ഇടാം. സെക്കൻഡ് കോട്ടിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടയാണ്. മുട്ടയിൽ അല്പം ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പാല് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തു. ഇനി ബ്രെഡ് ക്രംസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നഗറ്റ്സ് മുട്ടയിൽ ഇതുപോലെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആവശ്യം അനുസരിച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിന്നിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡ് ആകുമ്പോൾ നമുക്ക് ഇത് വാങ്ങി എടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.